നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ പുതിയൊരു വാർത്താ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു വാർത്താ ദിനം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നും തുടർച്ചയായ 9ാം ദിവസവും ഒളിവിൽ തന്നെ തുടരുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനായുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് സന്നാഹം ശക്തമായ രീതിയിൽ തന്നെ തുടർന്നിട്ടുണ്ട്. രാഹുലിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് മാറിക്കളയുന്ന ഒരു സ്ഥിതിയാണ് ഈ 9 ദിവസവുമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകം എന്ന രീതിയിൽ വേണം പറയാൻ. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ കേസിലെ പരാതിക്കാരെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട SIT ഇന്ന് കോടതിയെ സമീപിക്കുക. കൊല്ലം വിജിലൻസ് കോടതിയാണെന്ന് SIT സമീപിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റഷ്യൻ വാർഷിക ഉച്ചകോടി ഇന്ന് മോദി പുടിൻ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഹൈദരാബാദിൽ നടക്കും. ഇന്ത്യക്ക് എണ്ണ വാങ്ങാനുള്ള എല്ലാ അവകാശമുണ്ടെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ വിവിധ തലത്തിലുള്ള നിരവധി വാർത്തകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ആദ്യം നമുക്ക് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഒളിവിൽ തുടർന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒളിവിൽ തുടരുന്നത് തുടർച്ചയായ 9ാം നാൾ. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. 2ാം കേസിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ പരാതിക്കാരെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന വാദം. കസ്റ്റഡി കാലാവധി അവസാനിച്ചത് ഇന്നലെ. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിച്ചേക്കും. ഇന്ന് റഷ്യ വാർഷിക ഉച്ചകോടി. ഇന്ന് മോദി പുടിൻ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഹൈദരാബാദ് ഹൌസിൽ. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന പുടിൻ. മോദിയെ പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമെന്ന് പുകഴ്ത്തൽ. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട SIT ഇന്ന് കോടതിയെ സമീപിക്കുക. കൊല്ലം വിജിലൻസ് കോടതിയെ FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ N വാസുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സർവീസുകൾ റദ്ദാക്കൽ തുടർന്ന ഇൻഡിഗോ വിമാനം. ഇതുവരെ റദ്ദാക്കിയത് 550 സർവീസുകൾ. സർവീസ് റദ്ദാക്കലിന് കാരണം ജീവനക്കാരുടെ കുറവെന്ന വിശദീകരണം ക്ഷമ ചോദിച്ച ഇൻഡിഗോ മാനേജ്മെന്റ്.